നാനാത്വം, പലമ, അനേകത, വൈവിധ്യം എന്നതിനെ കാണുന്നത്. അങ്ങനെ ആലോചിക്കുമ്പോൾ ആത്മീയത ഒരാഡംബരമല്ല, അതൊരു അനിവാര്യതയാണ്. സാധാരണഗതിയിൽ മതവുമായി അതിനെ ചേർക്കാൻ, അല്ലെങ്കിൽ കൃത്യം പറഞ്ഞാൽ മതവുമായി മാത്രം അതിനെ കണ്ണി ചേർക്കാനുള്ള ഒരു ശ്രമം കണ്ടുവരാറുണ്ട്. അത് ഉചിതമല്ല. മതവുമായി അതിനെ കണ്ണി ചേർക്കുന്നത് മതരഹിതമായ അവസ്ഥകളുമായും, മതമെന്നും മതരഹിതം എന്നും പറയുന്നത് ഇനി പറയുന്ന മറ്റെല്ലാ കാര്യങ്ങളെന്ന പോലെ ബഹുവചനത്തിലാണ്. എല്ലായ്പ്പോഴും അത് ആ വിധം പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ പരിഗണിക്കണം. അതുകൊണ്ട് മതമെന്ന് പറയുമ്പോൾ ഒരു മതത്തിൽ തന്നെ നിരവധി പ്രവണതകളുണ്ട്, പല മതങ്ങളുണ്ട്. മതരഹിതം എന്ന് പറയുമ്പോൾ തന്നെ പല പ്രവണതകളുണ്ട്. അതുകൊണ്ട് വളരെ സംക്ഷിപ്തമായിട്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒന്നാമത്തെ കാര്യം, മതവിശ്വാസികൾ ആഴത്തിൽ മതവിശ്വാസികളായി തീരുമ്പോൾ അവർക്ക് ആത്മീയത അനുഭവിക്കാൻ കഴിയും. മതരഹിതർ ആഴത്തിൽ മതരഹിതരാകുമ്പോൾ അവർക്കും ആത്മീയത അനുഭവിക്കാൻ കഴിയും. ഈ രണ്ട് ആത്മീയതയും ഏതെങ്കിലും തരത്തിലുള്ള പകർപ്പല്ല, ഒന്ന് മറ്റൊന്നിൻ്റെ പകർപ്പല്ല. രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ആധാരമുണ്ട്. അതുകൊണ്ട് തന്നെ അവ തമ്മിൽ തത്വചിന്തയുടെ തലത്തിൽ പൊരുത്തപ്പെടാൻ പ്രയാസമായിരിക്കും. പ്രയാസമെന്നല്ല, അസാധ്യമായിരിക്കും. എന്നാൽ ദൈനംദിന ജീവിതത്തിൽ, പ്രായോഗിക ജീവിതത്തിൽ, സൈദ്ധാന്തിക തലത്തിൽ എത്രത്തോളം പൊരുത്തപ്പെടാനാവുന്നില്ലയോ അതിലേറെ ദൈനംദിന ജീവിതത്തിൽ അതിന് പൊരുത്തപ്പെടാൻ പറ്റും. അങ്ങനെ ദൈനംദിന ജീവിതത്തിൽ അതിന് പൊരുത്തപ്പെടാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ സൈദ്ധാന്തിക തലത്തിൽ അതിന് സ്നേഹപൂർണമായ സംവാദങ്ങൾ നിർവഹിക്കാൻ കഴിയും. അത് ആത്മീയതയുടെ രണ്ടാം തലമായി ഞാൻ മനസ്സിലാക്കുന്നു. അതായത് പരസ്പരം വിയോജിക്കുകയും വ്യത്യസ്തമായ ലോകവീക്ഷണങ്ങൾ പങ്കുവെക്കുകയും അതേസമയം ദൈനംദിന ജീവിതത്തിൽ മാനവിക പക്ഷത്ത് ദൃഢമായി നിൽക്കുകയും എന്നാൽ അതോടൊപ്പം സൈദ്ധാന്തികമായ സംവാദങ്ങൾക്ക് അവധി കൊടുക്കാതിരിക്കുകയും അങ്ങനെ സൂക്ഷ്മതലത്തിൽ സ്വയം സത്യസന്ധമാവുകയും അതുവഴി അനുഭവപ്പെടുന്ന ഒരു തരം നിർവൃതിയുണ്ട്. ആ നിർവൃതി തന്നെയാണ് മറ്റൊരർത്ഥത്തിൽ ആത്മീയത എന്ന് നാം വിളിക്കുന്നത്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ പ്രയോജനപരതക്കപ്പുറം. നമുക്കറിയാം, നമ്മുടെ ജീവിതം ഏതർത്ഥത്തിൽ നമ്മളെങ്ങനെ തലകുത്തി നിന്നാലും ഒന്നുകിൽ പ്രത്യക്ഷമായ പ്രയോജനതലം, അല്ലെങ്കിൽ പരോക്ഷമായ ഒരു പ്രയോജനതലം, മറഞ്ഞിരിക്കുന്നൊരു പ്രയോജനതലം അതിനുണ്ടാവാനുള്ള സാധ്യത നമുക്ക് നിരാകരിക്കാൻ പറ്റില്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഈ പ്രയോജനപരതയുടെ നിഴൽ പോലും വീഴാത്ത ഒരവസ്ഥയിലേക്ക് എല്ലാ മനുഷ്യരും, XY എന്നുള്ള മനുഷ്യർ രണ്ടെണ്ണമല്ല, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ആത്മീയത ഒരു ആഡംബരമല്ല. നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും മനുഷ്യാസ്തിത്വത്തിൽ അത് സന്നിഹിതമാണ്. എന്നാൽ ആ വിധം സന്നിഹിതമായ ഒരു ആത്മീയത സന്നിഹിതമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാൾ അനുഭവിക്കില്ല. അത് അനുഭവിക്കണമെങ്കിൽ, അതിൽ അനുഭൂതിപ്പെടണമെങ്കിൽ നാം നമ്മുടെ വഴി വെട്ടി തുറക്കണം. അതായത് നിലവിലൊരു ആത്മീയത നിലനിൽക്കുകയും നിലനിൽക്കുന്ന ആത്മീയതയിലേക്ക് ഓരോരുത്തരും പ്രവേശിക്കുകയുമല്ല വേണ്ടത്. ഓരോരുത്തരും സ്വന്തം ജീവിതം കൊണ്ട് ആത്മീയത കണ്ടെത്തുകയാണ് വേണ്ടത്. എന്തിനും ഏതിലും അത് കണ്ടെത്താൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ ഈ മതേതര ആത്മീയതക്കൊരാമുഖം എന്ന ഒരു പ്രബന്ധം എഴുതാനിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് ഞാൻ വായിച്ച പുസ്തകങ്ങളോ എൻ്റെ ചിന്തകളോ ഒന്നുമല്ല. യാത്രക്കിടയിൽ കണ്ട ഒരു മനുഷ്യൻ, അയാൾ വെറുതെ എങ്ങനെ ഇരിക്കുകയാണ്, പക്ഷേ അയാളുടെ കണ്ണിൽ അസാമാന്യമായ തിളക്കം, അയാൾ അനുഭവിക്കുന്ന ഒരു സ്വസ്ഥത, സമാധാനം, ശാന്തി. കക്കാട് തൻ്റെ കവിതയിൽ പറയുന്നുണ്ടല്ലോ,
എത്ര ചവർപ്പുകൾ കുടിച്ചു വറ്റിച്ചു നാം ഇത്തിരി ശാന്തി തൻ ശർക്കര നുണയുവാൻ. എന്നാൽ ചവർപ്പ് കുടിച്ച് വറ്റിക്കാതെ തന്നെ ശാന്തിയുടെ മധുരം അനുഭവിക്കുന്നു. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, വെറുതെ ഇരിക്കുന്ന മനുഷ്യരുടെ കണ്ണുകളിലെ തിളക്കം അത് നമ്മുടെ പാഠപുസ്തകത്തിലോ നമ്മുടെ സൈദ്ധാന്തിക അന്വേഷണങ്ങളിലോ ചിലപ്പോൾ കണ്ടെത്താൻ കഴിയണം എന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലത്തിലും അതിൻ്റെ വളവ് തിരിവുകളിലും ആത്മീയത. തെളിയികൻ പറയുന്നുണ്ട്, ഭൗതികവാദികൾ ആത്മീയതയെ നിരാകരിക്കുന്നവരല്ല, മറിച്ച് ആത്മീയതയുടെ നിറവിന് ഭൗതിക സാഹചര്യങ്ങൾ ആവശ്യമുണ്ട് എന്ന് കരുതുന്നവരാണ്. ഈ സംവാദത്തിൽ പങ്കെടുക്കുമ്പോൾ ഞാനായാലും നിങ്ങളായാലും സംവാദത്തിൻ്റെ ഒരു സത്യസന്ധതയ്ക്ക് വേണ്ടി ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ഇതിൽ പങ്കെടുക്കുന്ന ഞാൻ എവിടെയാണ് സൈദ്ധാന്തികമായി നിൽക്കുന്നത്, എൻ്റെ ലോകവീക്ഷണം എന്താണ് എന്ന് വെളിപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ അത് വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കും, ചിലർക്ക് വ്യക്തമായിട്ടില്ലെങ്കിൽ ഞാൻ സംക്ഷിപ്തമായി ഒരു വാചകത്തിൽ പറയാം. ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഭൗതികവാദ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഞാൻ പ്രപഞ്ചത്തെയും മനുഷ്യ ജീവിതത്തെയും മനുഷ്യൻ്റെ ചിന്താലോകത്തെയും, പ്രകൃതി, മനുഷ്യൻ, ചിന്ത, ഇതിൻ്റെ നാനാതരത്തിലുള്ള കൂടിച്ചേരലുകളിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുന്ന പലതരം നിലവുകൾ, കിനാവുകൾ, ആശയങ്ങൾ, അനുഭവങ്ങൾ, അനുഭൂതികൾ, ഇതെല്ലാം ചേർത്തുകൊണ്ടാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടുള്ള ഒരു ആത്മീയതയല്ല, അങ്ങനെ ആത്മീയതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബഹുവചനമാണ്, പലതരത്തിലുള്ള ആത്മീയതകളുണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെ സംക്ഷിപ്തമായിട്ട് ഞാൻ എൻ്റെ എന്ന് പറയുമ്പോൾ വ്യക്തിപരമല്ല, നമുക്കറിയാം ഓരോ മനുഷ്യരിലും സമൂഹം മുഴുവനും, ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യ സമൂഹം മാത്രമല്ല, മരിച്ചു പോയവർ 1854 ഒരു 1.5 നൂറ്റാണ്ട് മുമ്പ് സിയാറ്റിൽ മൂപ്പൻ പറയുന്നുണ്ട്. അദ്ദേഹം ആദ്യം പറഞ്ഞു മരിച്ചവർ, എന്നിട്ട് അദ്ദേഹം അത് തിരുത്തുന്നുണ്ട്. Did I say that there is no death, only a change of world, thus we know. മരിച്ചവർ ശക്തരാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് രണ്ടാമത്തെ വാചകമാണ് മരിച്ചവരോ, അങ്ങനെ ആരുമില്ല, മരണമില്ല. അത് ജീവിതത്തിൻ്റെ തന്നെ മറ്റൊരവസ്ഥയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ ഒരു സന്ദർഭം ഉൾക്കൊണ്ടാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. സിയാറ്റിലെ ഭൂമി വാങ്ങാൻ വന്ന സ്റ്റീഫൻസൺ എന്ന ഗവർണറോട് സിയാറ്റിൽ മൂപ്പൻ പറയുകയാണ്, ഈ അരുവി നോക്കൂ, ഈ അരുവിയിലൂടെ ഒഴുകുന്നത് ഞങ്ങളുടെ പൂർവികരുടെ പൊട്ടിച്ചിരിയാണ്. ഈ മരത്തിലെ നീര് അവരുടെ ചോരയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് വായുവും വെള്ളവും വെളിച്ചവും വിൽക്കാനാവുക? നമ്മൾ ഭൂമിയുടേതാണ്, ഭൂമി നമ്മുടേതല്ല എന്നൊക്കെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ആ കൂട്ടത്തിലാണ് അദ്ദേഹം പറയുന്നത്, ഈ അരുവി ഞങ്ങളുടെ പൂർവികരുടെ പൊട്ടിച്ചിരിയാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അവർ മരിച്ചവരല്ല എന്ന് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഞാൻ വ്യക്തമാക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഇതാണ്. സിയാറ്റിൽ മൂപ്പൻ സംസാരിക്കുമ്പോൾ ഞാനൊരു പ്രതീകം എന്നുള്ള അർത്ഥത്തിലാണ് അധികാരം. വൈക്കം മുഹമ്മദ് ബഷീറും ഇത് തന്നെ ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ പ്രപഞ്ചത്തിൻ്റെ അപാരത, നമ്മളിപ്പം പ്രപഞ്ചം എന്ന് ഉപയോഗിക്കാറില്ല, യൂണിവേഴ്സ് അല്ല, യൂണിവേഴ്സുകളാണ്, പ്രപഞ്ചങ്ങളായ പ്രപഞ്ചങ്ങൾ. അതിൻ്റെ ഒരു അനന്തതയുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ നാനോ അളവുകൾ പോലും, ഇൻഫിനിറ്റസ്മിയൽ എന്ന് പറയുന്ന അത്യന്ത സൂക്ഷ്മമായ, അത് നമ്മുടെ അളവിൽ കൊള്ളില്ല. ഞാൻ നാനോ എന്ന് പറയാൻ കാരണം അതാണല്ലോ ഇൻഫിനിറ്റസ്മിയലായ കാര്യങ്ങളെ അടയാളപ്പെടുത്തുന്നത്. എന്നാൽ ആ അടയാളപ്പെടുത്തലിൻ്റെ കള്ളി പൊളിക്കുന്ന അത്രയും ചെറുതാണ് പ്രപഞ്ചങ്ങളായ പ്രപഞ്ചങ്ങളിൽ ഈ മനുഷ്യൻ. എന്നിട്ട് ബഷീർ പറയുന്നുണ്ട്,
എനിക്കിതിനെ ഉൾക്കൊള്ളാനാവുന്നില്ലല്ലോ. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് പരിഭ്രമജനകമായ ഒരു ഏകാന്തത. എനിക്കിത് എന്നിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലല്ലോ. ഞാൻ എത്ര ചെറിയൊരു ജീവിയാണ്, ഞാൻ എത്ര ഒരു ചെറിയ ജീവിയാണ് എന്ന ഈ വിനയമാണ് സത്യത്തിൽ ആത്മീയതയുടെ. ഞാൻ ആ തുടക്കത്തിൽ ഉപയോഗിച്ചത് വിനയ വിസ്തൃതി. അതാണ്. അത് അധികാരരഹിതമാകുമ്പോൾ എല്ലാ മനുഷ്യർക്കും അനുഭവപ്പെടും. അധികാരം, പവർ എന്നുള്ളത് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് മാത്രമല്ല. നമ്മൾ നിൽക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, കാല് വെക്കുമ്പോൾ, കൈയിളക്കുമ്പോൾ, നമ്മുടെ ശബ്ദങ്ങളിൽ ആരോഹ അവരോഹണങ്ങൾ, ശബ്ദങ്ങൾക്കിടയിലെ മൗനം, മറ്റു മനുഷ്യരുമായി നമ്മൾ പുലർത്തുന്ന സൗഹൃദം, സ്നേഹം, ഇതിലൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയും പലതരത്തിലുള്ള അധികാരം പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള അധികാരത്തിൽ നിന്ന് മുക്തമാവും വിദ്വേഷത്തിനും വെറുപ്പിനുമൊക്കെ അപ്പുറത്തേക്ക് കടക്കാൻ കഴിയുന്ന, നമുക്ക് നമ്മളിൽ തന്നെ നിർവൃതരായിരിക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണ്. ഇതേക്കുറിച്ചുള്ള ലോക ആലോചനയിൽ നമുക്കറിയാം ഇന്ന് പ്രധാനമായിട്ടും പരിഗണിക്കപ്പെടുന്നത്. നമ്മൾ GDPയെ പറ്റി പറയുമ്പോൾ ഇപ്പം GDH കുറിച്ച് പറയുന്നു. ഹരാരിയൊക്കെ ഹോമോ ഡിയൂസിലൊക്കെ ഈ ഒരു പരികല്പന മുന്നോട്ട് വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ആളുകളൊന്നും അങ്ങനെ നമ്മൾ ആലോചിക്കേണ്ട പോലും ആവശ്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതാണ് യാത്രക്കിടയിൽ ഒരു കൽവട്ടിലിരിക്കുന്ന മനുഷ്യൻ്റെ കണ്ണിലെ തിളക്കത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. അതാണ് ഹാപ്പിനെസ്, ഗ്രോസ് ഡൊമസ്റ്റിക് ഹാപ്പിനെസ് ഇൻഡെക്സ്. ആഹ്ലാദം, സമാധാനം, സ്വസ്ഥത, സംതൃപ്തി. അത്തരമൊരവസ്ഥ പ്രത്യേകിച്ചും ഭ്രാന്തമായ മത്സരത്തിൻ്റെ ഒരു ലോകത്താണ് നമ്മൾ നിന്നുപോയാൽ പിറകിൽ വരുന്ന ആൾ നമ്മളെ തട്ടി വീഴ്ത്തി മുന്നോട്ട് പോകും. ഇതൊന്നും മെറ്റഫർ അല്ല കേട്ടോ. അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. നോട്ട് നിരോധനം വന്നപ്പോൾ നിങ്ങൾ കണ്ടിരിക്കും, കുഴഞ്ഞു വീണ് ഒരാൾ മരിച്ചു. പിറകിലിരിക്കുന്ന ആളുകൾ അയാളുടെ മൃതദേഹത്തിൽ ചവിട്ടി തങ്ങളുടെ പണമെടുക്കാൻ പോയതിൻ്റെ ദൃശ്യം നമ്മൾ കണ്ടതാണ്. എത്രയോ മനുഷ്യർ കുഴഞ്ഞു വീണു. അവർക്കൊരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാൻ മെനക്കെടാതെ നമ്മൾ ക്യൂവിൽ വളരെ അച്ചടക്കമുള്ള മനുഷ്യരായി. ഒരു പാട്ട്, ഒരു മുദ്രാവാക്യം, ഒരു ചുരുട്ടിയ മുഷ്ടി, ഒന്നും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം ഒരു ദിവസം പെട്ടെന്ന് ഇല്ലാതാകുമ്പോൾ നമുക്കുണ്ടാവുന്ന വല്ലാത്തൊരു വെപ്രാളവും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഭ്രാന്തമായ മത്സരത്തിൻ്റെ, ദയാരഹിതമായ ബന്ധങ്ങളുടെ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് ഉത്തമ ബോധ്യത്തോടെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഏതോ ഒരു ഉട്ടോപ്യൻ തലത്തിൽ നിന്നുകൊണ്ടല്ല, മറിച്ച് യാഥാർത്ഥ്യം, ഇന്നത്തെ ഈ തീക്ഷണമായ യാഥാർത്ഥ്യത്തിൻ്റെ അകത്തും ആത്മീയതയ്ക്ക് തളിർക്കാൻ ഇടമുണ്ട് എന്ന ഒരു ചെറിയ ആശയം അവതരിപ്പിച്ചുകൊണ്ട് അക്ബർ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാചകം അത് പറയണം. അക്ബറും ഹബീബും ഫറൂഖ് കോളേജിലെ ക്ലാസ് മുറികളെ സംവാദ നിർഭരമാക്കിയ അക്കാലത്തെ രണ്ട് യുവപ്രതിഭകളാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർ ക്ലാസ് റൂമുകളെ ചലനാത്മകമാക്കുന്ന രണ്ട് യുവ അധ്യാപകരായി ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് ഫറൂഖ് കോളേജിലെ ഹബീബ്, അക്ബർ പ്രതിഭകളെ പരിചയപ്പെട്ട കോളേജിലെ എല്ലാ അധ്യാപകർക്കുമുള്ള അനുഭവമാണ്. അതെൻ്റെയും അനുഭവമാണ്. അക്ബറാണ് ഇവിടെ ഏകോപനം നടത്തുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് 10 മിനിറ്റ് സമയമായോ ഇല്ലേ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അക്ബറും നോക്കിയിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഏകദേശം 10 മിനിറ്റായി കാണും എന്ന് ഞാൻ കരുതുന്നു. അഥവാ 2 മിനിറ്റ് അധികമായിട്ടുണ്ടെങ്കിൽ അത് അടുത്ത ഇടപെടലിൽ ഞാൻ കുറയ്ക്കുന്നതായിരിക്കും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു.
നന്ദി സാർ. യഥാർത്ഥത്തിൽ സമയം എന്നുള്ളത് നമ്മുടെ വിഷയത്തിന്റെ വിശാലതയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ചെറിയ ആലോചന മാത്രമാണ്, അല്ലാതെ അതിൽ അമിതമായ നിഷ്ഠയൊന്നുമില്ല. അപ്പൊ സാറ് ആത്മീയതയുടെ ഒരു അധികാരരാഹിത്യം, ജീവിതത്തിന്റെ അമരത്വം, ബഹുസ്വരമായ ആത്മനിഷ്ഠമായ ആത്മീയത എന്നിങ്ങനെ ധാരാളം സങ്കല്പങ്ങൾ മുന്നോട്ട് വെച്ചു. അടുത്തതായി ആത്മീയതയുടെ ഒരു സ്ത്രീപക്ഷ വായന തൻ്റെ എഴുത്തുകളിലും നോവലുകളിലും ഒക്കെ തന്നെ പുലർത്തിക്കൊണ്ട് ധാരാളം പുരാണ കഥാപാത്രങ്ങളുടെ, ബിബ്ലിക്കൽ കഥാപാത്രങ്ങളുടെയും മറ്റും പുനർവ്യാഖ്യാനം സാധിച്ചിട്ടുള്ള, സ്ത്രീപക്ഷത്ത് നിന്ന് മതേതര ആത്മീയതയെ നോക്കിക്കണ്ടിട്ടുള്ള പ്രിയപ്പെട്ട റോസി തമ്പി മാമിനെ വിഷയാവതരണത്തിന് വേണ്ടി ക്ഷണിക്കട്ടെ. നമസ്കാരം. കെ.എൻ. സാറ് ഒരു വലിയ പശ്ചാത്തലം പറഞ്ഞു വെച്ചതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമുണ്ട്. കാരണം ആത്മീയത എന്ന വാക്ക് ഏറെയധികം തെറ്റിദ്ധരിക്കപ്പെടുകയും വിഭജിക്കപ്പെടുകയും ഒക്കെ ചെയ്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒന്നാമത് അതിന് പറ്റിയ വലിയ അപകടം എന്ന് പറയുന്നത് മതത്തിന് നമ്മൾ തീരെഴുതി കൊടുത്തു എന്നുള്ളതാണ്. ഒരാൾ ആത്മീയമാണ് എന്ന് പറയണമെങ്കിൽ അയാൾ മതത്തിൻ്റെ ചട്ടക്കൂടിനകത്ത് ഒതുങ്ങി ജീവിക്കുന്ന ആളാണോ, മതം പറയുന്ന നിയമങ്ങളനുസരിക്കുന്ന ആളാണോ എന്ന് ഒരു വലിയ ഭീഷണി എന്നൊക്കെ പറയുന്ന പോലെ നിലനിൽക്കുന്നുണ്ട്. ആത്മീയത വളരെ നിസ്സാരമായൊരു കാര്യമാണ്. മനുഷ്യന് മാത്രമേ അത് പാലിക്കാൻ ഇത്ര പ്രയാസമുള്ളൂ. കെ.എൻ. സാർ പറഞ്ഞ ഉപമ അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യം, അത് മാത്രമാണ് ആത്മീയത. ഒരാൾക്ക് എങ്ങനെ സമാധാനമായിരിക്കാൻ പറ്റുന്നു, ആ അവസ്ഥയെയാണ് നമ്മൾ ആത്മീയത എന്ന് വിളിക്കുന്നത്. സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒരു ചെറിയ തരി നമ്മൾ എപ്പോഴെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്കത് കൊണ്ടുതരുന്ന അവസ്ഥയെ ആത്മീയത എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. തീർച്ചയായിട്ടും അത് അധികാരവുമായിട്ട് കലഹിക്കുന്ന ഒന്നാണ്. അധികാരത്തിന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അത് താഴെയുള്ളവരെ എപ്പോഴും നിയന്ത്രിച്ച് നിർത്തിക്കൊണ്ടേയിരിക്കും. പക്ഷെ ആത്മീയതയ്ക്ക് സ്വയം നിയന്ത്രണമാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാ മതങ്ങളും അതിൻ്റെ ഉറവിടത്തിൽ ഒരുപക്ഷെ ശുദ്ധമായിരുന്നു. നദി അതിൻ്റെ ഉറവിടത്തിൽ ശുദ്ധമായിരിക്കുന്ന പോലെ തന്നെ കാലക്രമേണ അതിങ്ങനെ അഴുക്കുകളൊക്കെ ചേർന്ന് നമ്മുടെ നദികൾ പോലെ മാലിന്യ കൂമ്പാരമായതാണ്. സ്ത്രൈണ ആത്മീയത എന്ന് പറയുന്ന ഒരാശയമാണ് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് കണ്ടെടുത്തുന്നത്. യാതൊരു തരത്തിലുള്ള വായനയിൽ നിന്നല്ല അത്. കാരണം ഒരു സ്ത്രീയായിട്ട് ജനിക്കുകയും 2 പെൺകുഞ്ഞുങ്ങളെ പ്രസവിച്ച് വളർത്തുകയും ഒക്കെ ചെയ്തൊരു സമയത്ത് എന്താണ് എനിക്കും എൻ്റെ മതത്തിലും എൻ്റെ ദൈവത്തിനും എൻ്റെ സമൂഹത്തിനും ഇടയിലുള്ള എൻ്റെ സ്ഥാനം എന്നുള്ളൊരു അന്വേഷണമായിരുന്നു. അത് നിലനിന്നിരുന്ന വ്യവസ്ഥാപിത ഫെമിനിസത്തിൻ്റെ രീതിയിലല്ല, ഇപ്പോൾ നിലനിൽക്കുന്ന ഫെമിനിസത്തിൻ്റെ സ്വഭാവത്തിലുമല്ല. കാരണം ഒന്നൊന്നിനും മുകളിലാണ് എന്ന് ആത്മീയത പറയുന്നില്ല. എല്ലാം യൂണീക്കാണ്. സ്ത്രീ പുരുഷനും ഒപ്പം എന്നുള്ളത് പോലും തെറ്റായ ഒന്നാണ്. പുരുഷനും സ്ത്രീയും എന്നല്ല, പ്രപഞ്ചത്തിലെ ഒരു ഇല പോലും മറ്റിലയോട് സദൃശ്യമായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് മനുഷ്യരെല്ലാവരും ഒന്നുപോലെയാവണം? ബഹുസ്വരതയെക്കുറിച്ച് കെ.എൻ. സാർ പറയണ്ടേ? അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ജീവിതം കൊണ്ടാണ് എൻ്റെ സന്തോഷം എങ്ങനെ കണ്ടെത്തുന്നു. ഒരു പൂ വിരിയുന്നത് പോലെ അത്രയും ലളിതമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ നേരിടാം. പുറത്ത് നമുക്ക് മുദ്രാവാക്യം വിളിക്കാവുന്ന കലുഷമായ എല്ലാതും നടക്കുന്നുണ്ട്. ലോകം ഒട്ടും സുന്ദരമല്ല. ആ ലോകത്തെ അസുന്ദരമാക്കുന്നത് മനുഷ്യനാണ്. മറ്റ് പ്രപഞ്ചത്തിലെ ഒരു ജീവജാലങ്ങളും അവർ ജീവിക്കുന്ന പരിസരത്തെ വൃത്തികേടാക്കുന്നില്ല, മറ്റൊരു ജീവിയെ ഉപദ്രവിക്കുന്നില്ല, സ്വന്തം വംശത്തിൽപ്പെട്ട മറ്റൊരു ജീവിയെ കൊല്ലുന്നില്ല. ഇതൊക്കെ ചെയ്യുന്നത് മനുഷ്യനാണ്. നമ്മൾ പറയും ചെയ്യും, മനുഷ്യനാണ് സൃഷ്ടിയുടെ മകുടം, മനുഷ്യനാണ് എല്ലാതുള്ളത്, ചിന്താശേഷിയുള്ള അതുള്ളത് ഇതുള്ളത്, പുസ്തകം എഴുതുന്നത്, വായിക്കുന്നത്, ചിത്രം വരയ്ക്കുന്നത്, ഇതൊക്കെ ചെയ്യും. പക്ഷെ തൊട്ടടുത്തിരിക്കുന്ന ഒരാളെ ഏതു സമയത്തും ആക്രമിക്കാനുള്ള ഒരു ത്വര ഈ മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ട്. ഇതിനെ ഒന്ന് മെരുക്കിയെടുക്കലാണ് സത്യത്തിൽ ആത്മീയത എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഗാന്ധിയുടെ 2 വാക്കുകളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്.
ഗ്രീഡ് ആൻഡ് നീഡ്. ആ നീഡ്, അത് എനിക്ക് ഇത്ര മതി എന്നൊരാൾ തീരുമാനിച്ചാൽ അവിടെ അയാളിൽ ആത്മീയത പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. പ്രപഞ്ചത്തിലേക്ക് നോക്കുന്നതാണ് അതിന് സുഖം. മനുഷ്യരിലെ ആർത്തി വളരെ കൂടുതലാണ്. കാരണം നമ്മൾക്ക് മറ്റെല്ലാ ജീവജാലങ്ങൾക്കും അവയുടെ വിശപ്പ് മാറണം, അല്ലെങ്കിൽ ഇണ ചേരണം, കിടന്നുറങ്ങണം, ഇത്രയൊക്കെ വെള്ളം കുടിക്കണം, ഇത്രയൊക്കെ ഉള്ളൂ. മനുഷ്യന് ഇതന്നെ നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷെ ഇത് എത്ര കഴിഞ്ഞാലും നമുക്ക് മതി വരുന്നില്ല. നമ്മൾ പാടത്ത് നെല്ല് വിളഞ്ഞ് കിടക്കുമ്പോൾ കിളിക്കൂട്ടം ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ ഒരു കതിരെ കൊത്തിയെടുക്കാതെ നമ്മൾ യന്ത്രം കൊണ്ടുപോയിട്ടാണ് മുഴുവൻ എടുക്കുക. ഇത് നമ്മളുടെ ഈ ഗ്രീഡ് എന്ന് പറയുന്ന ഒരു സാധനം, എനിക്ക് ഇത്ര മതി എന്ന് എപ്പോൾ സങ്കല്പിക്കുന്നു, അപ്പോൾ നമ്മൾക്ക് പൂവിരിന്ന് നോക്കിയിരിക്കാൻ സമയമുണ്ടാവും. ഈ പറയുന്ന പോലെ നാളേക്കുള്ള ഭക്ഷണം ഇല്ലെങ്കിലും വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം ഇല്ലെങ്കിലും കുറച്ചു നേരം ആകാശം നോക്കിയിരിക്കാൻ പറ്റുന്നുണ്ടാവും. എന്ന് വെച്ചാൽ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ വേദന, സങ്കടം എനിക്കും കൂടി അറിയാൻ പറ്റും. അയാളെ തല്ലുമ്പോൾ, അയാളെ അവഹേളിക്കുമ്പോൾ, അയാളെ അപമാനിക്കുമ്പോൾ എന്നെയാണ് അപമാനിക്കുന്നത് എന്ന് എനിക്ക് തോന്നലുണ്ടാവും. എൻ്റെ ആത്മീയത രൂപപ്പെട്ട പരിസരം ബൈബിളാണ്. ഞാൻ ജനിച്ചു വളർന്നതും പഠിച്ചതെല്ലാം വളരെ സാധാരണമായിട്ടുള്ളൊരു ക്രൈസ്തവ കുടുംബത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എൻ്റെ വായനയിലേക്കും ചിന്തയിലേക്കും എല്ലാം കടന്നു വന്നത് ബൈബിളാണ്. പിന്നീട് ഞാൻ വളർന്നപ്പോഴും എനിക്ക് യേശുവിനെ വളരെ പ്രിയപ്പെട്ടതായി തീർന്നു. സഭയുടെ പല അധികാര രൂപങ്ങളെയും നമ്മൾ തള്ളിക്കളയുമ്പോഴും യേശു എനിക്ക് പ്രിയപ്പെട്ടതായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും അധികം സ്ത്രീകളെ ചേർത്ത് നിർത്തിയ ഒരു മനുഷ്യനായിരുന്നു യേശു. പ്രത്യേകിച്ചും അക്കാലത്ത് യഹൂദരുടെ പ്രാർത്ഥന തന്നെ, ദൈവമേ എന്നെ സ്ത്രീയായും മൃഗമായും സൃഷ്ടിക്കാതിരുന്നതിന് നിനക്ക് നന്ദി എന്ന് 3 നേരം പ്രാർത്ഥിച്ചിരുന്ന യഹൂദരുടെ കൂട്ടത്തിലാണ് യേശുവും ജനിക്കുന്നത്. പക്ഷെ ആ യേശുവാണ് സ്ത്രീകളെ മുഴുവൻ ചേർത്ത് നിർത്തുന്നു. അവൻ്റെ മരണത്തിലും കൂടെ നിന്ന് കരയാനും അവനെക്കുറിച്ച് പറയാനുമല്ല ആ സ്ത്രീകളുണ്ടായിരുന്നു. യേശുവിൻ്റെ ഉപമയിൽ പറയുന്ന ഒരു കാര്യം, ഒരു കൂനിയുടെ കൂന് നിവർത്തിയെന്നാണ്. കാരണം അതുവരെ അവൾ ആകാശം കണ്ടിരുന്നില്ല, ആകാശം കാണിച്ചു കൊടുക്കുന്നു. ആത്മീയത സ്ത്രൈണമാണോ എന്നൊരു ചോദ്യമാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഈ സ്ത്രൈണ ആത്മീയത എന്നുള്ള പുസ്തകത്തിൽ ചോദിക്കുന്നത്. എൻ്റെ അടുത്ത് അന്ന് അക്കാലത്ത്, ഇത് 97 എഴുതപ്പെട്ട ഒരു പുസ്തകമാണ്. അപ്പം ആ സമയത്ത് എല്ലാവരും ചോദിച്ചിട്ട്, ഇന്നത്തെ അത്രയും നമുക്ക് വ്യക്തമായിട്ട് ആത്മീയത എന്ന പദം അന്ന് ഉച്ചരിക്കാൻ പറ്റുമായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നൊരു ചോദ്യം, ഈ ആത്മീയതയ്ക്ക് ആണും പെണ്ണും ഉണ്ടോ എന്നൊരു ചോദ്യമായിരുന്നു. സത്യത്തിൽ ഞാൻ പറയാൻ ശ്രമിച്ചത് അന്നും ഇന്നും ആത്മീയത സ്ത്രൈണമാണ് എന്നാണ്. നമുക്ക് സ്ത്രൈണ ബുദ്ധനുണ്ട്, സ്ത്രൈണ യേശുവുണ്ട്. സ്ത്രൈണത എന്ന് പറയുന്നത് സ്ത്രീയിൽ സഹജമായുള്ളതും പുരുഷന് ആർജിച്ചെടുക്കാവുന്നതുമായ ഒന്നാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരാൾ സംസാരിക്കുമ്പോൾ, ഇപ്പോൾ KN സാറ് മുൻപ് പലപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ വല്ലാത്ത ആവേശത്തോടെയുള്ള തീപ്പൊരി പ്രസംഗങ്ങളാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ വളരെ സൗമ്യനായി, ഞാൻ 2 മിനിറ്റ് കൂടുതൽ എടുത്തെങ്കിൽ പിന്നീട് ഞാനത് തിരിച്ചു തന്നോളാം എന്ന് പറയുന്നു. താങ്ക് യു സർ. ഇങ്ങനെ ഒരു മനോഭാവമാണ് ആത്മീയത എന്ന് പറയുന്നത്. ആത്മീയതയിലേക്ക് പ്രവേശിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും മറ്റൊരാളുടെ ഇടം അല്ലെങ്കിൽ ഒന്നും കവർന്നെടുക്കാനാവില്ല, വിട്ടുകൊടുക്കാനാണ് കഴിയുന്നത്. അതുകൊണ്ടാണ് യേശു കുരിശിൽ മരിക്കുന്ന സമയത്ത് ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞു പോകുന്നത്. കാരണം മറ്റുള്ളവർക്ക് അറിയാത്തതുകൊണ്ടാണ് അവർ നമ്മളോട് ഇങ്ങനെ പറയും. നമ്മളെ അപമാനിക്കുന്നതാവാം, നമ്മളെ കുത്തി മുറിവേൽപ്പിക്കുന്നതാവാം, ഒരുപക്ഷെ തല്ലി കൊല്ലുന്നതാവാം, അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ ക്ഷമിക്കാനുള്ള, അല്ലെങ്കിൽ ക്ഷമിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവരുടെ അറിവ് കുറവാണ്, അവരെ എങ്ങനെ ഈ അറിവിലേക്ക് എത്തിക്കാം എന്ന് പറയുന്ന ഒന്നാണ് ആത്മീയത. സാറ് പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്കൊരു ചെറിയ യോജിപ്പുള്ളത്, ആത്മീയത പ്രയോജനപരമല്ല എന്ന് സാറ് പറഞ്ഞു. അങ്ങനെയാണോ പറഞ്ഞതെന്നറിയില്ല. പക്ഷെ തീർച്ചയായിട്ടും അത് വളരെ പ്രയോജനപരമാണ്. അത് മരണാനന്തരം കിട്ടുന്ന സ്വർഗത്തെയല്ല, ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന സമാധാനത്തെയാണ്. മറ്റൊന്ന്, നമ്മളെ മറ്റു മനുഷ്യരുണ്ടാക്കി വയ്ക്കുന്ന ഈ വിനാശകരമായ കാര്യങ്ങൾ നമ്മളെ ബാധിക്കുമ്പോൾ തന്നെ അതൊരു ചേമ്പിലയിൽ വീണ വെള്ളം പോലെ അങ്ങ് തട്ടിപ്പോവും. നമ്മളുടെ ആത്മാവ് എന്ന വാക്ക് ഉപയോഗിക്കാമെങ്കിൽ നമ്മളുടെ സ്വത്തും
അവിടെ ശാന്തമായിരുന്നുള്ളൂ. നമ്മൾ അവരോട് അതിൻ്റെ പേരിൽ കലഹിക്കാനോ അതിനോട് മറുപടി പറയാനോ അതിനെ തർക്കിക്കാനോ നിന്ന് നമ്മളുടെ എനർജി വേസ്റ്റ് ആക്കില്ല. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഒരു ഒരു ഇമേജ് ജലം എന്നുള്ളതാണ്. ശ്രേണാത്മീയതയിൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം അതാണ്. ജലം ഇങ്ങനെ ഒഴുകി വരുമ്പോൾ ഒരു പാറ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണെന്ന് വയ്ക്കാം നദിയുടെ കുറുകെ. അപ്പോൾ ജലം വിചാരിക്കുന്നത് പാറ വിചാരിക്കുന്നത് എനിക്ക് ഈ വെള്ളത്തിനെ തടഞ്ഞു നിർത്താൻ പറ്റും, ഇനി ഒന്ന് ഒഴുകണം കാണട്ടെ, ഇത് ഇത്ര സന്തോഷത്തോടെ ഇങ്ങനെ കളിച്ചിരിച്ച് പോവുകയാണ്. മൂപ്പൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ പൂർവികരുടെ ചിരിയാണ് എന്നല്ല ജലത്തെക്കുറിച്ച് ഒരുവിയെക്കുറിച്ച് പറയുന്നത്. പക്ഷെ ജലം എന്ത് ചെയ്യും? ഒരുപക്ഷെ വലിയ പാറയാണെങ്കിൽ രണ്ടായി പകുത്ത് രണ്ട് സൈഡ് കൂടെ ഒഴുകി പാറയുടെ പിന്നിൽ ചെന്ന് ഒരുമിച്ച് അങ്ങ് ഒഴുകും. നമുക്ക് ജലത്തിന് ശക്തി ഉണ്ടെന്നൊക്കെ അറിയാം. സുനാമി വന്നപ്പോഴോ അല്ലെങ്കിൽ പ്രളയം വന്നപ്പോഴൊക്കെ നമ്മൾ ജലം ഇതെങ്ങനെയാണ് ഇതിനൊക്കെ തകർക്കുന്നതെന്ന് അറിയാം. പക്ഷെ ഈ ഒരു ഇമേജ് ഉണ്ടല്ലോ, കാരണം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന നമ്മൾ സങ്കല്പിക്കുന്ന ശത്രു അല്ലെങ്കിൽ ഒരു തടസ്സം എന്ന് പറയുന്നതിനെ ഒഴിഞ്ഞു പോകുന്നതും ഒരു ആത്മീയതയാണ്. നേരിടുന്നത് മാത്രമല്ല ആത്മീയത, ഒഴിഞ്ഞു പോകുന്നതും ഒരു ആത്മീയതയാണ്. ശ്രൈണാത്മീയത അങ്ങനെയും കൂടെ ഒരു സാധ്യതയെ മുന്നോട്ട് വയ്ക്കുകയാണ്. എല്ലാറ്റിനോടും തർക്കിച്ചുകൊണ്ട് മാത്രം നമുക്കാവില്ല. സംവാദങ്ങളാണ്. നാരായണ ഗുരു തൊട്ട് എല്ലാ ഗുരുക്കന്മാരും പറയുന്ന കാര്യം സംവാദമാണെന്നാണ്. ഈ സംവാദം എന്ന് പറയുന്നത് പരസ്പരം അറിയാനുള്ള ഒന്നാണ്. ആത്മീയത എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ അത് തുല്യമായ ആളുകൾക്കിടയിലാണ്. അപ്പോൾ അവിടെ ഈ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നമ്മൾ രണ്ട് തരത്തിൽ നീതി നിലനിൽക്കുമ്പോൾ ഒരുപക്ഷെ അത് സാധ്യമാകാതെ വരും. കാരണം ഈ നീതികളും നിയമങ്ങളും ഒക്കെ വളരെ കുറച്ച് സമയത്തേക്കേ ഉള്ളൂ എന്ന് നമുക്കറിയുകയും ചെയ്യാം. നമ്മൾ ഈ പറയുന്ന തർക്കങ്ങളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കാലഹരണപ്പെട്ടു പോകുന്നു. നമുക്കറിയാം, ഒരു ആൾക്കൊരു പനി വന്നാൽ അല്ലെങ്കിൽ ഒരു ലൂസ് മോഷൻ വന്നാലൊക്കെ നമ്മളുടെ ഇതെല്ലാം തകർന്നു പോകുന്നു. അല്ലെങ്കിൽ നമുക്കൊരു പ്രായമായാൽ വേറെ എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ വൃത്തികെട്ട അഹങ്കാരത്തിൻ്റെ കോട്ടകളൊക്കെ തകർന്നു പോകുന്നു. ആത്മീയത നമ്മളോട് പറയുന്നതാണ്, മനുഷ്യൻ ഇത്ര നിസ്സാര ജീവിയാണ്. ഭൂമിയിലെ ഏറ്റവും നിസ്സാരനായ ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. സ്ത്രീയും പുരുഷനും ചേരുന്നത് തന്നെ. കാരണം മറ്റെല്ലാ ജീവജാലങ്ങൾക്കും അവയുടെ സ്വന്തം പ്രൊട്ടക്ഷനെ കുറിച്ചുള്ള കഴിവുണ്ട്. നമുക്ക് വെയിൽ കൊള്ളാൻ വയ്യ, മഴ കൊള്ളാൻ വയ്യ, ഉടുപ്പിടാതെ നടക്കാൻ പറ്റും, ശരീരം മറയ്ക്കാൻ തുണിയില്ലാതെ നമുക്ക് കാറ്റിനെയോ വെയിലിനെയോ മഞ്ഞിനെയോ മഴയോ ഒന്നും അതിജീവിക്കാൻ പറ്റില്ല. മറ്റൊരു ജീവജാലങ്ങൾക്കും ദൈവം നമ്മൾ പറയുന്ന വാക്ക് അങ്ങനെയാണെങ്കിൽ ദൈവം ധരിപ്പിച്ച ഉടുപ്പിൽ തന്നെ അവർ ജീവിക്കുകയാണ്. അത്രയ്ക്ക് നിസ്സഹായരായിട്ടുള്ള ഈ മനുഷ്യൻ്റെ ഭയമാണ് അവന് അധികാരം ഉണ്ടാക്കുന്നത്. ഭയരഹിതമായൊരു ജീവിതമാണ് ആത്മീയമായ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ക്രിസ്മസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ്. സന്മനസ്സ് എന്ന് പറയുന്നത് ഞാൻ എന്നെ സ്നേഹിക്കുന്നു, അതുപോലെ എൻ്റെ അടുത്തിരിക്കുന്ന ആളെ സ്നേഹിക്കുന്നു. ബൈബിളിനെ മുഴുവൻ ആറ്റിക്കുറിക്ക് യേശു പറയുന്നത് അങ്ങനെയാണ്. സ്വയം സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ യേശുവിൻ്റെ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ദൈവത്തിൻ്റെ പുത്രനോ പുത്രിയാണ്, ഞാൻ ഉന്നതമാണ്, ഞാൻ കൊള്ളാവുന്നതാണ്, എനിക്ക് എന്നെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള അപകർഷതയും ഇല്ല എന്ന് ബോധ്യമുണ്ടാകുമ്പോഴാണ് എനിക്ക് എന്തൊക്കെ കുറവുകൾ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഉണ്ടെങ്കിലും ഞാൻ എന്നിൽ തന്നെ പൂർണ്ണമാണ്, എനിക്ക് ഈ ലോകത്തെ ഭംഗിയായി അനുഭവിക്കാൻ കഴിയും എന്നുള്ള ഉറപ്പാണ് സ്വയം സ്നേഹിക്കുക എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ അത് കേൾക്കുന്നുണ്ട്. അങ്ങനെ സ്വയം സ്നേഹിക്കുന്ന ഒരാൾക്ക് മറ്റൊരാളെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. ബൈബിളിൽ പറയുന്ന നീ തൊട്ടടുത്തിരിക്കുന്ന സഹോദരനെ ദ്വേഷിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് കളവാണ് എന്നാണ്. അതാണ് ആത്മീയത എന്ന് പറയുന്നത്. എവിടെയോ ഇരിക്കുന്ന, ആകാശങ്ങളിലിരിക്കുന്ന ദൈവത്തിന് സ്തുതി പാടുന്നതല്ല ആത്മീയത. സ്വന്തം മനസ്സിൽ ശാന്തത സൃഷ്ടിക്കുന്നതും തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് നമ്മളെ കൊണ്ട് ഉപദ്രവം ഉണ്ടാക്കാതെ ഇരിക്കുന്നതുമാണ് ആത്മീയത. അതാണ് അതിൻ്റെ പ്രയോജനപരത എന്ന് തോന്നുന്നു. നിർത്താം. ഇനി എന്തെങ്കിലും നിങ്ങൾ ചോദിക്കുമ്പോൾ പറയാം. നന്ദി മാം. ആത്മീയത ഒരു പൂവിരിയുന്ന പോലെ എത്ര ലളിതമാണെന്നും അതിൻ്റെ ഒരു വിട്ടുവീഴ്ചയുടെയും ശാന്തിയുടെയും പ്രയോജനപരതയുടെയും ഒക്കെ തലാണ് റോസി മാം അവരുടെ പ്രസംഗത്തിൽ ഉയർത്തിക്കാട്ടിയത്. നമുക്കറിയാം, ലോകത്ത് ഏറ്റവും അധികം വ്യവസായവൽക്കരിക്കപ്പെടുന്ന ഒന്നായി ആത്മീയത ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. കമ്പാരിറ്റീവ് റിലീജിയൻ, താരതമ്യ മതപഠനം എന്ന് പറയുന്ന ഒരു പുതിയ
സങ്കല്പം ലോകത്ത് വളർന്നു വരുന്നുണ്ട്. എല്ലാവരും എല്ലാ മതങ്ങളും പഠിക്കുകയും അങ്ങനെ ഒരുപക്ഷെ അക്ബർ ചക്രവർത്തിയൊക്കെ അന്ന് വിഭാവനം ചെയ്ത് അതുപോലുള്ള ഒരു എല്ലാ മതങ്ങളുടെയും നല്ല മൂല്യങ്ങളെ എല്ലാവരും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു സർവധർമ്മ സമഭാവത്തിന്റെ ഒരു സാധ്യതയെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം സങ്കല്പങ്ങളെ കുറിച്ചുള്ള ഒരു ആലോചന കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് കൂടുതൽ സങ്കല്പങ്ങളെ മുന്നോട്ട് വെക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട സാറിനോട് അഭ്യർത്ഥിക്കുക. വലിയൊരു സംവാദ സാധ്യതയാണ് റോസി മാഷ് ഇവിടെ അവതരിപ്പിച്ചത്. അതോടൊപ്പം തന്നെ അക്ബർ മാഷും മറ്റൊരു മണ്ഡലത്തിലേക്ക് ഈ അന്വേഷണത്തെ വഴിതിരിച്ചു വിട്ടു. അവിടെ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. അതായത് 1-2 കൊല്ലം മുമ്പാണ് ഉത്തർപ്രദേശിലെ കാൺപൂര് ഫ്ലോറൈറ്റ്സ് ഇൻ്റർനാഷണൽ സ്കൂളിൽ ഇവിടെ ഇപ്പോൾ അക്ബർ മാഷ് പറഞ്ഞ സർവമത സമഭാവന ആഘോഷിക്കുന്ന ഒരു പ്രാർത്ഥന മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വളരെ സൂക്ഷ്മമായിട്ട് ഉപയോഗപ്പെടുത്തിയ മനുഷ്യരെയൊക്കെ ഐക്യപ്പെടുത്താൻ സഹായകമാകും എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ച സർവമത പ്രാർത്ഥന. എന്നാൽ നമ്മളിൽ നടുക്കമുണ്ടാക്കുമാറ് സർവമത പ്രാർത്ഥന ചൊല്ലിയതിൻ്റെ പേര് അത് ഹിന്ദുമതം, സിഖ് മതം, ക്രിസ്തു മതം, ഇസ്ലാം മതം ഇതിൻ്റെയൊക്കെ തത്വങ്ങൾ ഉൾക്കൊള്ളുന്നൊരു പ്രാർത്ഥനയാണ്. എന്നാൽ അതിൻ്റെ പേരിൽ ഒരു തർക്കമുണ്ടാവുകയും സ്കൂൾ അടച്ചുപൂട്ടേണ്ടി വരികയും ചെയ്തു. സാധാരണ പഠിപ്പ് മുടക്കം, പണിമുടക്കം, അതിൻ്റെ ഭാഗമായിട്ട് വിദ്യാലയങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള വയലൻസ് ഉണ്ടാവുക, അപ്പോഴാണ് അടച്ചുപൂട്ട്. ഇത് പഠിപ്പ് മുടക്കമില്ല, പണിമുടക്കമില്ല. ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പ്രാർത്ഥന മറ്റൊരു വിഭാഗത്തിന് പ്രകോപനം ഉണ്ടാക്കുമാറ് ചൊല്ലിയിട്ടില്ല. എല്ലാവരുടെ പ്രാർത്ഥനയും കൂട്ടിച്ചേർത്ത് സർവമത ഭാവനയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ് ചൊല്ലപ്പെട്ടത്. 2003 മുതൽ അവിടെ ചൊല്ലുന്നതാണ്. പക്ഷേ അന്നൊന്നും ഒരു പ്രശ്നവും ആർക്കും ഉണ്ടായില്ല. പക്ഷെ ഇപ്പോൾ പ്രശ്നമുണ്ടായി. വിദ്യാലയം അടച്ചു പൂട്ടി. മറ്റൊരു വിധത്ത് പറഞ്ഞാൽ നമ്മുടെ എല്ലാ അന്വേഷണങ്ങളും ആലോചനകളും അതിൽ ആത്മീയതയും പെടും. അത് ചരിത്രപരമായിരിക്കണം. എങ്കിൽ മാത്രമേ നാം ജീവിക്കുന്ന കാലത്തോട് അതിന് സംവദിക്കാൻ സാധ്യമാവുകയുള്ളൂ. ചരിത്രപരമാവുക എന്നുള്ളതിൻ്റെ അർത്ഥം നമുക്കറിയാം. നമ്മൾ വിചാരിക്കുന്നുണ്ട് നമ്മുടെ സങ്കല്പത്തെക്കുറിച്ചുള്ള നമ്മുടെ ഏറ്റവും വലിയൊരു സങ്കല്പം എന്താന്ന് പറഞ്ഞാൽ അതിന് ചരിത്ര നിയമങ്ങളൊന്നും ബാധകമല്ല. നിലനിൽക്കുന്ന സാമൂഹ്യ അവസ്ഥയും നമ്മുടെ സങ്കല്പവും തമ്മിൽ ഒരു ബന്ധവുമില്ല. നമുക്ക് എന്തും സങ്കല്പിക്കാൻ പറ്റില്ല. അവിടെയാണ് നമ്മൾ അധികാരത്തെക്കുറിച്ച് റോസി മാഷ് പറഞ്ഞു, അത് വളരെ ശരിയാണ്. പക്ഷേ നമ്മൾ കുറച്ചുകൂടി മൂർത്തമാകേണ്ടി വരും. അതായത് നമ്മളൊരു സാങ്കല്പിക തലത്തിൽ പറയുന്ന കാര്യങ്ങൾ സാങ്കല്പിക തലത്തിലല്ല രൂപം കൊണ്ടത്. അത് രൂപം കൊള്ളാൻ ഇടയായ സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലം എന്താണ്? ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് വ്യക്തമാവുമെന്ന് വിചാരിക്കുന്നു. ഒരു 500 കൊല്ലം മുമ്പാണ് തോമസ് മൂർ ഉട്ടോപ്യ എഴുതുന്നത്. ആ ഉട്ടോപ്യയിലേക്ക് തൊട്ടടുത്ത വേറൊരു പ്രദേശത്ത് നിന്ന് ഒരു അംബാസഡർ വരികയാണ്. അദ്ദേഹത്തിൻ്റെ പരിചാരകരുമുണ്ട്, വലിയ ഉദ്യോഗസ്ഥ പ്രമാണികൾ. അവർ ആഡംബരപൂർണമായ വസ്ത്രം, മിക്കവാറും സ്വർണം തന്നെയാണ്, സ്വർണം കൊണ്ടുള്ള വലിയ കോട്ടക്കെട്ടിട്ടാണ്. അവരുടെ പരിചാരകരുണ്ട്, അവർ സാധാരണ വസ്ത്രം ധരിച്ചാണ് വരുന്നത്. ഈ ഉട്ടോപ്യയിലെ മനുഷ്യർ ഈ പരിചാരകരെ സ്വീകരിക്കുകയും ഈ വലിയ അധികാരികളെ അവർക്ക് സ്വീകരിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്തു. അവരോട് വിരോധമുള്ളത് കൊണ്ടല്ല. ഉട്ടോപ്യയിൽ സ്വർണ്ണം അവർ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ടോയ്ലറ്റിലാണ്. പിന്നെ തുപ്പാനുള്ള കോളാമ്പി, അതിനൊക്കെയാണ് സ്വർണ്ണം അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവരുടെ പരിപ്രേക്ഷ്യത്തിൽ, ജീവിത വീക്ഷണത്തിൽ ഒട്ടും
ഗുണമില്ലാത്ത ഒരു ലോഹമാണ് സ്വർണം. ഇതേ ആശയം വേറൊരു തരത്തിൽ അവതരിപ്പിച്ചത് മാക്സിം ഗോർക്കിയാണ്. അദ്ദേഹം മഞ്ഞച്ചെകുത്താൻ, യെല്ലോ ഡബിൾ എന്ന് സ്വർണത്തെ വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, സ്വർണത്തിന് അതാണ് ഏറ്റവും വില കൂടിയത്, അതാണ് ഏറ്റവും മൂല്യമുള്ളത്, അതാണ് നമ്മളെ സൗന്ദര്യമുള്ളവരാക്കുന്നത് എന്നൊക്കെയുള്ള കാഴ്ചപ്പാടിൽ ഇന്നും നമ്മൾ കഴിഞ്ഞുകൂടുമ്പോൾ, ഒരു 500 കൊല്ലം മുമ്പ് ഉട്ടോപ്യ, ഈ ഉട്ടോപ്യ എന്ന് പറഞ്ഞത് തോമസ് മോർ എഴുതിയ ഏറ്റവും വലിയ സറ്റയറാണ്. അതിലൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഞാനിത് ചൂണ്ടിക്കാണിക്കുന്നത് ഒറ്റ കാര്യം അമർത്തി പറയാനാണ്, നമ്മുടെ സങ്കല്പങ്ങൾ, നമ്മുടെ സമീപനങ്ങൾ, നിലപാടുകൾ, ഞാനും നിങ്ങളും ഒക്കെ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, നമ്മൾ രൂപപ്പെടുന്ന മെറ്റഫറുകൾ, രൂപകങ്ങൾ, ഇതെല്ലാം നമ്മൾ വിചാരിക്കും ഇത് ഒരു പ്രതിഭാശാലിയായ എഴുത്താളരുടെ നിർമ്മിതിയാണെന്ന് നമ്മൾ വിചാരിക്കും. ആയിരിക്കും. പക്ഷെ ഇന്ന് നമുക്ക് കൃത്യം അറിയാം, എത്ര യുണീക്കാണ്, മൗലികാണ് എന്ന് പറഞ്ഞാലും ഇന്റർടെക്സ്ച്വാലിറ്റി എന്ന ഒരു പരികല്പന, പുതിയ സാഹിത്യ വിമർശനമൊക്കെ പഠിക്കുന്നവർക്കറിയാം, പാഠാന്തര ബന്ധങ്ങൾ. ഞാനിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ, ഞാനൊരു കാര്യം എഴുതുമ്പോൾ, അല്ലെങ്കിൽ അക്ബർ മാഷോ റോസി മാഷോ എഴുതുമ്പോൾ പറയുമ്പോൾ നമ്മളെല്ലാം വിചാരിക്കും ഇത് നമ്മുടേതാണെന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെ നമ്മൾ വിചാരിക്കേണ്ടതുണ്ട്. അവിടെയാണ് ഐഡിയോളജി പ്രസക്തമാവുന്നത്. നമ്മളങ്ങനെ വിചാരിക്കേണ്ടതുണ്ട്. എന്നാലേ നമുക്ക് സബ്ജക്റ്റ് പൊസിഷനിലേക്ക് ഉയരാൻ പറ്റുള്ളൂ. സൂക്ഷ്മമായി നോക്കിയാൽ നമ്മളൊക്കെ ഓബ്ജക്റ്റാണ്. പ്രപഞ്ചത്തിൻ്റെ കാഴ്ചപ്പാടിൽ നമ്മൾ ഓബ്ജക്റ്റാണ്. പക്ഷേ ഓബ്ജക്റ്റായി നിന്നുകൊണ്ട് എനിക്കോ നിങ്ങൾക്കോ ഒന്നും തുടങ്ങാൻ പറ്റില്ല, ഒന്നിലും ഇടപെടാൻ പറ്റില്ല. അതുകൊണ്ട് ഒബ്ജക്റ്റായ നമുക്ക് നമ്മളെ സബ്ജക്റ്റാക്കി തീർക്കേണ്ടതുണ്ട്. അതിന് സഹായകമാണ് പ്രത്യയശാസ്ത്രം. അതുകൊണ്ടാണ് അൽത്തൂസറൊക്കെ പറയുന്നത് നമ്മളൊരു പ്രത്യയശാസ്ത്ര ജീവികളാണ്, ഐഡിയോളജിക്കൽ ആനിമൽ. ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ചില ആളുകളൊക്കെ എപ്പോഴും വിചാരിക്കുന്നത് ഇതിലൊക്കെ വലിയ കമ്മ്യൂണിക്കേഷൻ ക്രൈസിസ് ഉണ്ട്, ഇതേതോ ഒരു പാർട്ടിയുടെ സാധനമാണെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അങ്ങനല്ല, മനുഷ്യർ പിറക്കുന്നത് തന്നെ സത്യത്തിൽ പ്രത്യയശാസ്ത്ര ജന്തുക്കളായിട്ടാണ്. രാഷ്ട്രീയമില്ലാത്തൊരു കാലത്ത്, രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് സാമൂഹ്യ വളർച്ചയുടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ രൂപപ്പെട്ടാണ്. എന്നാൽ ആ ഘട്ടത്തിനൊക്കെ മുമ്പ് ഐഡിയോളജി ഉണ്ട്. അതായത് ഈ പ്രപഞ്ചത്തെ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ശാസ്ത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആലോചിച്ചാലും ആപേക്ഷികമായിട്ടാണ് നമ്മളതിനെ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ നമ്മുടെ സ്ഥാനം എങ്ങനെ അടയാളപ്പെടുത്തും? ഞാൻ തുടങ്ങുന്നു, ഞാൻ ചെയ്യുന്നു എന്ന് എനിക്ക് എന്നെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതാണ് പ്രത്യയശാസ്ത്രം. എന്നാൽ ഞാൻ ചെയ്യുന്നത്, ഞാൻ തുടങ്ങുന്നത് എത്രയോ ചെയ്യലുകളുടെ, തുടങ്ങലുകളുടെ അനന്തമായ തുടർച്ചയിലേക്കുള്ള ഒരു പ്രവേശനം മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ആ പ്രത്യയശാസ്ത്രത്തിൽ പുറത്തു കടക്കുന്നത്. അതായത് ഒബ്ജക്റ്റിന് സബ്ജക്റ്റ് ആവേണ്ടതുണ്ട്. സബ്ജക്റ്റ് ആവുമ്പോഴും നമ്മളൊരു അബ്സല്യൂട്ട് സബ്ജക്റ്റ് അല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ ആലോചിച്ചാൽ നമ്മൾ രൂപപ്പെടുത്തുന്ന, അതുകൊണ്ടാണ് ഞാൻ 500 കൊല്ലം മുമ്പുള്ള തോമസ് മോറിൻ്റെ ഉട്ടോപ്പിയെ പറ്റി പറയുന്നത്. ഇന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റും. സ്വർണത്തെ ഇത്രയേറെ കൊള്ളരുതാത്ത ഒന്നായിട്ട് കാണുന്ന ഇരുമ്പാണ് അവർ ഏറ്റവും കൊള്ളാവുന്ന ലോഹമായിട്ട് കണ്ടത്. ഇരുമ്പ്, അതിൻ്റെ ഒരുപാട് കാര്യം പറയുന്നുണ്ട്. ഇത് സറ്റയറാണെന്ന് ഓർക്കണം. മറ്റൊരു സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഈ മാരേജിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് പുരുഷൻ സ്ത്രീയുടെ മുമ്പിൽ പൂർണ്ണമായിട്ട് നഗ്നമാണ്. കല്യാണത്തിന് മുമ്പ് സ്ത്രീ പുരുഷന്റെ മുമ്പിലും, അതായത് പുരുഷൻ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുന്ന കക്ഷിയുടെ മുമ്പിൽ സ്ത്രീ പൂർണ്ണമായിട്ട് നഗ്നമാവണം. ഇത് അക്ഷരാർത്ഥത്തിൽ എടുത്താൽ നമുക്കൊന്നും മനസ്സിലാവില്ല. ഇതാ വിക്ടോറിയൻ കാലഘട്ടത്തിൽ മനുഷ്യർ ഈ വസ്ത്രത്തിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞിട്ട് വസ്ത്രപീഡനം അനുഭവിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളത്? പലതരത്തിലുള്ള വ്യാജം പ്രവർത്തിക്കും. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു ഉദാഹരണം എന്താന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു കുതിരയെ വാങ്ങുമ്പോൾ നിങ്ങൾ അതിൻ്റെ ചെവി പിടിച്ചു നോക്കുന്നു, അതിൻ്റെ ജീനി തൊട്ട് നോക്കുന്നു, എന്നിട്ടാണ് നിങ്ങൾ വാങ്ങുന്നത്. പിന്നെ ആജീവനാന്തം നിലനിൽക്കുന്ന ഒരു ബന്ധത്തിൽ
നിങ്ങൾ അലസമാവാൻ പാടുണ്ടോ? ഞാൻ ബ്രാക്കറ്റ് പറയുന്നു, സറ്റയർ എന്ന രീതി കാണണം. തോമസ് മൂർ ജീവിച്ച ആംഗലേയ സമൂഹത്തിൻ്റെ പൊങ്ങച്ചങ്ങളെ പൊളിച്ച് മുളക് തേക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഇതൊരു ആക്രാമക രൂപകാണ്. പക്ഷേ ചരിത്രപരമായി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ മുൻഗാമികൾ വേട്ടക്കാരായിരുന്നു. അവർ തന്നെയാണ് കാട്ടിലെ പല മൃഗങ്ങളെയും വളർത്തി സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചത്. ക്രൗര്യവും വാത്സല്യവും ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായി രൂപപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ അവതരണത്തിൽ നിന്ന് ഞാൻ എൻ്റെ രണ്ടാമത്തെ അവതരണത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ പ്രധാനമായിട്ടും ഊന്നാൻ ശ്രമിക്കുന്നത്, നമുക്ക് കേവലമായ അർത്ഥത്തിൽ ഒരു കാര്യത്തെയും അതിൻ്റെ സൂക്ഷ്മതയിൽ, സങ്കീർണതയിൽ, സമഗ്രതയിൽ മനസ്സിലാക്കാൻ കഴിയില്ല. നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഞാൻ ഈ കുറേ മുമ്പ് വായിച്ചൊരു നോവലാണ്, ഖമറുദ്ദീൻ്റെ ഒരു നോവലാണ്. നോവലിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ അതിൽ ജെറിയെ പറ്റി പറയുന്നുണ്ട്. ആ പറയുമ്പോൾ അതിലൊരു വാചകമുണ്ട്, ഒരു മുക്കുവൻ വല നിറയെ മത്സ്യവുമായി വരുമ്പോൾ ഞാൻ ആ മത്സ്യത്തെക്കുറിച്ച് ഓർത്ത് വേദനിക്കും. എന്നാൽ വലയെറിഞ്ഞിട്ട് ഒരൊറ്റ മത്സ്യവും കിട്ടാതെ ആ മുക്കുവൻ വരുമ്പോൾ ഞാൻ ആ മുക്കുവന് വേണ്ടി വേദനിക്കും. ഇത് അവസരവാദമല്ല, ഇത് ലൈഫാണ്, ഇതാണ് ജീവിതം. അതുകൊണ്ട് ആത്മീയത ജീവിതത്തിൻ്റെ മുരട്ടിൽ നിന്ന് മുളച്ചു വരുന്നതാണെങ്കിൽ, അത് നമ്മൾ നടത്തുന്ന പലതരം ഇടപെടലുകളുടെ ഇടയിൽ നിന്ന് ഉണ്ടാവുന്നതാണെങ്കിൽ, നാം ചവിട്ടി നിൽക്കുന്ന മണ്ണിൻ്റെ കോരിത്തരിപ്പ് തന്നെയാണതെങ്കിൽ, നാം ആത്മീയത ഉൾപ്പെടെ സകല കാര്യങ്ങളെയും ചരിത്ര പശ്ചാത്തലത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. ഓരോ ചരിത്രഘട്ടവും ആത്മീയതക്ക് നൽകിയ നിർവചനം, ആ നിർവചനങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. റോസി മാഷ് ജീസസിനെ പറ്റി പറഞ്ഞത് വളരെ കൃത്യമാണ്. ഇന്ത്യക്കാർക്കറിയാം, മഹാത്മാ ബുദ്ധൻ 2500 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മെത്ത, സംസ്കൃതത്തിൽ മൈത്രി, വെറും സൗഹൃദമല്ല, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പരികൽപ്പന ക്ഷേമഭാവന. അതായത് നമ്മളിപ്പം ഭാവന ചെയ്യുന്നതിൽ തന്നെ നമുക്കെന്തും ഭാവന ചെയ്യാൻ പറ്റും. നമ്മളുടെ ഭാവനകളിൽ, നമ്മുടെ ഭാവനയുടെ ഏറ്റവും അപരിഷ്കൃതവും ഹ്രസ്വവുമായ ഒന്നാണ് നിലവുകൾ. ഇപ്പം ഞാനിവിടെ ഇന്ന് മൈക്കിൻ്റെ മുമ്പിൽ സംസാരിക്കുമ്പോഴും നിങ്ങളിത് കേട്ടിരിക്കുമ്പോഴും, സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്, നമ്മൾ എത്ര തന്നെ ശ്രദ്ധിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ മറ്റൊരു തരത്തിലുള്ള വ്യാപാരം നടക്കും. അത് നല്ലൊരു സിനിമയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ സിനിമ കാണുന്നുണ്ടാവും, പക്ഷെ ആ സമയത്ത് നമ്മുടെ മനസ്സിൽ നിരവധിയായ നിലവുകളുണ്ടാവും. ആ നിലവുകളിൽ ദുർഗന്ധമുള്ളതുണ്ടാവും, സുഗന്ധമുള്ളതുണ്ടാവും. അങ്ങനെ ഉണ്ടാവാൻ പല കാരണവും ഉണ്ടാവും. ആ കാരണം കൃത്യം ചിലപ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് വരും. ഇങ്ങനെ സങ്കീർണമായിട്ടുള്ള ഒരു പശ്ചാത്തലമുണ്ട്. ഞാൻ അക്ബർ ഭാഷ പറഞ്ഞതിന് തുടങ്ങാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, സർവമത പ്രാർത്ഥനയുടെ പേരിൽ പോലും വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടേണ്ടി വരുന്ന ഒരു പശ്ചാത്തലത്തിൽ, ആ പശ്ചാത്തലം, ഇവിടെ റോസി മാഷ് പറഞ്ഞ് ഭയം, KGSന്റെ ഒരു കവിതയുടെ പേര് പണ്ടില്ലാത്ത വിധം. അതിലൊരു വാക്യമുണ്ട്, ഭയമില്ലാത്ത വാക്യം കവിത, ഭയമില്ലാത്ത വാക്യം കവിത. നമ്മളിപ്പോൾ കവിതയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ സാഹിത്യം പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാവും. നമ്മൾ വേർഡ്സ് വർത്ത്, കോൾറിഡ്ജ്, വില്യം ബ്ലേക്ക്, അവരെന്തൊക്കെയാണ് പറഞ്ഞത്, അവർ പറഞ്ഞൊക്കെ ഈ ബഹുസ്വരത എന്ന രീതിയിൽ നിർവചനത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പക്ഷേ സമയം കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഭയമില്ലാത്ത വാക്യം കവിത എന്ന് ഒരു കവി ഇന്ന് അമർത്തി കവിതയ്ക്ക് പുതിയ നിർവചനം നൽകുന്നുണ്ടെങ്കിൽ, മുമ്പ് നിർവചനം ഇല്ലാത്തത് കൊണ്ടല്ല, ജീവിക്കുന്ന കാലം ഒരു നവഫാസിസ്റ്റ് കാലം,
ആ കാലത്തിൻ്റെ വലിയ സംഘർഷങ്ങളാണ് അതിലുള്ളത്. ചരിത്രപരമായി ആത്മീയതയെ കൂടി അപഗ്രഥിക്കേണ്ടതിൻ്റെ ഒരു അനിവാര്യതയിലാണ് ഞാൻ ഊന്നുന്നത് എന്ന് മാത്രം പറഞ്ഞ് തൽക്കാലം അവസാനിപ്പിക്കുന്നു. നന്ദി സാർ. ആത്മീയതയുടെ ഒരു പ്രത്യാശാസ്ത്രത്തിൽ നിന്നുള്ള പുറത്തു കടക്കലും അതുപോലെ തന്നെ ചരിത്രപരമായ പശ്ചാത്തലവും സർവ ധർമ്മ സമഭാവം പോലും എങ്ങനെയാണ് പ്രശ്നവൽക്കരിക്കപ്പെടുന്നത് എന്നൊക്കെ സാറ് വളരെ ലളിതമായി പറഞ്ഞു. തീർച്ചയായും എന്തുകൊണ്ടാണ് ആത്മീയതകൾ, വ്യവസ്ഥാപിത ആത്മീയതകളൊക്കെ തന്നെ യന്ത്രവൽക്കരിക്കപ്പെടുന്നത്? അത് നമ്മുടെ സത്ത തിരിച്ചറിയുന്നതിന് പകരം സ്വത്വത്തിലേക്ക് ചുരുക്കപ്പെടുന്നത് എന്നത് വളരെ സങ്കീർണമായൊരു പ്രശ്നമാണ്. ഞാൻ റോസി മാമിന്റെ പ്രതികരണത്തിന് വേണ്ടി കാതോർക്കുന്നു. നമുക്കൊരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അടുത്ത സെഷൻ തുടങ്ങേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ മാമിന് മൈക്ക് കൈമാറും. സദസ്സിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ അതിന് പറഞ്ഞു. മാഡം, ഹലോ. മാഡം, ആത്മീയതയിലെ സ്ത്രൈണതയെ കുറിച്ച് പറഞ്ഞല്ലോ. സ്ത്രൈണതയാണ് ആത്മീയത എന്ന് പറഞ്ഞല്ലോ. അപ്പൊ സ്ത്രൈണത റീഡിഫൈൻ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇന്നലെ ഞാൻ മാതൃത്വത്തെ കുറിച്ചിട്ട് ഒരു കവിത കേട്ടു. പണ്ടൊക്കെ ഞാൻ മാതൃത്വമായിട്ട് ബന്ധപ്പെട്ട കവിതകൾ ആസ്വദിക്കാറുണ്ടായിരുന്നു. പക്ഷെ എനിക്കിപ്പോ ഭയങ്കര കുറ്റബോധം തോന്നുന്നു. കാരണം മാതൃത്വത്തെ കുറിച്ചിട്ടുള്ള ഇന്നലത്തെ കവിത ഞാൻ കേട്ടപ്പോൾ, ഇവിടുന്ന് ഒരു വേദിയിൽ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. കാരണം ഈ സെൽഫ്ലെസ് ലവ്, എന്താണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്ത്രൈണതയായിട്ട് ബന്ധിപ്പിക്കുന്നത് ഒരു പാട്രിയാർക്കൽ, ഒരു പുരുഷാധിപത്യ നിർമ്മിതിയാണ് എന്ന് എനിക്ക് തോന്നി തുടങ്ങിയ ഒരു സാഹചര്യത്തിലാണ് ഈ മാതൃത്വം എനിക്ക് എന്താ പറയാ അത്ര നല്ലൊരു സാധനമല്ല എന്ന് എനിക്ക് തോന്നി തുടങ്ങിയത്. അപ്പം അതുപോലെ സാറ് പറഞ്ഞു, ബുദ്ധനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ബുദ്ധൻ എന്ന് പറയുന്നത് ബുദ്ധൻ നമ്മള് എന്താ പറയാ പീസ്ഫുൾ ഒക്കെയാണ്. അപ്പൊ ബുദ്ധനും ഞാനും നരിയും എന്ന് പറഞ്ഞ കവിതയിൽ പറഞ്ഞ പോലെ നമ്മളെ നേരെ ചീറിയെടുക്കുന്ന ഒരു നരി വന്നാൽ കയ്യിലുള്ളത് ഒരു ബുദ്ധ വിഗ്രഹം ആണെങ്കിൽ പോലും നമ്മളതെടുത്ത് അതിന്റെ ആ നരിയുടെ തല പൊളിക്കണം എന്നുള്ളത് ഒരു സാമാന്യ യുക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു. പറഞ്ഞത് രണ്ടും എന്താ മനുഷ്യനെ സംബന്ധിച്ച് വളരെ സത്യസന്ധമായ കാര്യമാണ്. നമുക്കൊരു മറ്റൊരു വഴി കണ്ടെത്തുക എന്നുള്ളതാണ് ആത്മീയത എന്ന പദം കൊണ്ട് ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് എന്തിനേയും ഏറ്റവും മോശമായിട്ടും ആവിഷ്കരിക്കാം. ഇപ്പോൾ ഫെമിനിസം തന്നെ ഞാൻ നിൽക്കുന്ന ഒരു ഏരിയയെ പറയാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. തീർച്ചയായിട്ടും ഹിസ്റ്ററി, സാറ് നേരത്തെ പറഞ്ഞ പോലെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിയാണെന്നും അവനുണ്ടാക്കിയതാണെന്നും നേച്ചറിൽ നിന്ന് കൾച്ചറിലേക്ക് വന്നപ്പോഴാണ് ഈ പറയുന്നത്. കാരണം മറ്റ് ജീവജാലങ്ങളുടെ ഇടയിൽ ഒന്നുമില്ലാത്ത ഒന്നാണ് മനുഷ്യൻ സൃഷ്ടിച്ചെടുത്തത്. ഈ കഥയൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ബൈബിള് വെച്ച് പറഞ്ഞാൽ തന്നെ ബൈബിളിൽ ദൈവം എല്ലാം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അതിൽ മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞ് രണ്ടാമത്തെ അധ്യായം, ഉൽപ്പത്തി പുസ്തകത്തിൽ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും വീണ്ടും പുരുഷനെ ഒറ്റയ്ക്കിരിക്കുന്ന നല്ലതല്ല പറഞ്ഞിട്ട് സ്ത്രീയെ തുണയായി സൃഷ്ടിച്ചു. പിന്നെ മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും നമുക്കൊക്കെ അറിയുന്ന കഥ, ആദത്തിനെ ഉറക്കി കെടുത്തി അയാളുടെ ഭാര്യയെ ഊരിയെടുത്ത് സ്ത്രീയെ സൃഷ്ടിച്ചു എന്നൊക്കെ പറയുന്ന കഥ. അപ്പൊ ഈ ചരിത്രം എന്ന് പറയുന്നത് സ്ത്രീക്കെതിരായിരുന്നു എന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട്. ഫെമിനിസം ഒരാശയം ആയിട്ട് വന്ന സമയത്ത് ഇതിനോട് കലഹിക്കുകയായിരുന്നു. അപ്പൊ ആദ്യകാലത്തെ ഫെമിനിസ്റ്റുകളോടൊക്കെ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട് അവരൊക്കെ. അപ്പൊ അവരൊന്ന് ഞങ്ങൾക്ക് ആണുങ്ങളെ പോലെ ആവണം എന്ന് പറയുന്നതാണ്. അപ്പൊ മാതൃത്വത്തിൽ എൻ്റെ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ ഗർഭകാലത്തിന്റെ ഉത്തമഗീതങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ലേഖനം 95-ലോ 96-ലോ അങ്ങോട്ട് മലയാളം വാരികയിൽ എഴുതിയിരുന്നു. അതേ സമയത്ത് തന്നെ മാതൃഭൂമിയിൽ മുലപ്പാലിൽ കുതിർന്ന ക്രിസ്മസ് രാത്രിയിൽ എന്ന് പറഞ്ഞിട്ടൊരു ലേഖനം. ഈ രണ്ട് ലേഖനങ്ങൾ വന്ന സമയത്ത് അന്നത്തെ യാഥാസ്ഥിതിക ഫെമിനിസ്റ്റുകളെല്ലാവരും എങ്ങനെയാണ് ഇത്ര ആസ്വദിക്കാൻ പറ്റുന്നത്? ഞങ്ങളൊക്കെ ഗർഭകാലം ഞങ്ങൾക്ക് എത്ര കഷ്ടപ്പാടുള്ളതായിരുന്നു, കുട്ടികളെ ഞങ്ങൾ ഒരു മാറാപ്പ് കെട്ട് പോലെയാണ് കൊണ്ടുവന്ന് എവിടെയും വിടാറ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഇതൊക്കെ വളരെ സമ്പത്തുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ്, ഞങ്ങളൊക്കെ ജീവിതം വളരെ ദുരിതമാണ് എന്ന് പറയും.
പക്ഷെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇത് സമ്പത്തിൻ്റെയോ സ്ഥാനമാനങ്ങളുടെയോ ഒന്നും പ്രശ്നമല്ല. എന്തുകൊണ്ടോ മനസ്സിൽ വളരെ ചെറുപ്പം തൊട്ടേ എനിക്ക് ഏത് ഇടമാണോ അതിനോട് സന്തോഷിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ആത്മീയതയെ കാണുന്നത് അങ്ങനെയാണ്. അത് അധികാരത്തോട് നിരന്തരം കലഹിക്കുന്നതാണ്. പക്ഷെ ആ കലഹിക്കുന്നത് അധികാരത്തിലിരിക്കുന്ന വ്യക്തിയോടല്ല, അധികാരം എന്ന് പറയുന്ന ആ അവസ്ഥയോടാണ് ചെയ്യുന്നത്. അപ്പൊ മാതൃത്വം ആസ്വദിക്കാൻ പറ്റണം. എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് എൻ്റെ ശരീരത്തിന് ഉള്ളിൽ ഒരു ജീവൻ വളരുന്നു എന്നുള്ളത് എനിക്ക് വലിയ ആനന്ദം തന്ന കാര്യമാണ്. എല്ലാ ക്ഷീണങ്ങളും ഉണ്ട്, അസ്വസ്ഥതകളുണ്ട്, സമയത്ത് ജോലി, പക്ഷെ അപ്പോഴും മറ്റൊരാൾക്ക് ഇല്ലാത്ത ഒന്ന്, എൻ്റെ ഉള്ളിൽ ഒരു ജീവൻ വളരുന്നു. ആ ജീവനെ എനിക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റും. ആ കുഞ്ഞ് പുറത്തു വന്ന് 3 മണിക്കൂർ കഴിയുമ്പോഴേക്ക് എൻ്റെ ശരീരത്തിൽ ഒഴുകിയിരുന്ന ഏതോ ഒരു രക്തക്കുഴൽ പെട്ടെന്ന് മുലപ്പാലായി മാറുന്നു. ആ മുലപ്പാല് കുടിക്കുന്നതോടെ മറ്റൊരു ജീവൻ അതിന് മരണം വരെയുള്ള അമൃത് ശേഖരിക്കുന്നു. ഇതൊക്കെ അനുഭവിക്കുന്നതാണ്. ഇപ്പൊ പ്രണയത്തിൽ എന്താണ്, നമ്മളിപ്പോ പ്രണയത്തിന് പേടിക്കുന്ന ഒരു കാലമാണ് അല്ലെ. പ്രണയത്തിന് പിന്നീട് അത് ഏറ്റവും അധികം അപകടം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ പ്രണയത്തിൽ പെട്ടുപോകുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഞങ്ങൾ ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ രാവിലെ, ഞങ്ങളൊക്കെ കേരളത്തിൽ പഠിക്കുമ്പോൾ പ്രണയികളായ 2 പേര് രാവിലെ തൊട്ട് ചിലപ്പോൾ ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നാൽ വൈകുന്നേരം ഞങ്ങൾ കോളേജ് വിട്ടു പോകുമ്പോൾ അവരവിടെ ഇരിക്കുന്നുണ്ടാവും. അവര് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, ഒന്നും പറയുന്നില്ല. അവര് വെയിൽ വന്നാലും സമരം വന്നാലും ഒരു പക്ഷെ മഴ വന്നാൽ പോലും അറിയുന്നില്ല. ഇതൊരു അവസ്ഥയാണ്. എന്താണ് അതിൽ കിട്ടുന്നത്? അവരുടെ മനസ്സ് സ്വസ്ഥമാകുന്നു, ആനന്ദത്തിലേക്ക്. ഈ ഒരു അനുഭവമാണ്. അല്ലാതെ അച്ഛനാ പുള്ളിയെ കുളിപ്പിച്ചോട് തീർച്ചയായിട്ടും ചെയ്യാം. അതായത് സ്കില്ലുകളൊക്കെ പുരുഷനും സ്ത്രീക്കും ഒരുപോലെ ചെയ്യാം. പക്ഷെ എത്ര വിചാരിച്ചാലും എനിക്ക് തോന്നുന്നില്ല ഒരു പുരുഷന് തൻ്റെ കുഞ്ഞിനെ എടുത്ത് മുലയൂട്ടാൻ പറ്റുന്നു, അതിൻ്റെ നിർവൃതി അനുഭവിക്കാൻ പറ്റുന്നു. പക്ഷെ പുരുഷന് മറ്റു പല കാര്യങ്ങൾ പറ്റുന്നുണ്ടാവാം. സ്ത്രീയോട് നമ്മൾ പ്രണയത്തിൽ എപ്പോഴും നമ്മൾ പറയുന്നത് സ്ത്രീകളാണ് ഒളിച്ച് വീട് വിട്ട് പുരുഷന്റെ കൂടെ പോയി അവന്റെ വീട്ടിൽ താമസിക്കുന്നത്. എത്ര ധൈര്യമാണ് ആ സ്ത്രീക്കുള്ളത്. നമുക്ക് എപ്പോഴും അറിയാം, ആണുങ്ങൾക്ക് സ്ത്രീകളുടെ വീട്ടിൽ ചെന്ന് 1-2 ദിവസത്തിൽ കൂടുതൽ താമസിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഏറ്റവും വേദനയുള്ളതാണ് പ്രസവ വേദന എന്ന് പറയും. ഇപ്പൊ നമ്മൾ പ്രസവിക്കില്ല എന്നൊക്കെ പുതിയ കുട്ടികൾ പറയുന്നൊക്കെ ഉണ്ട്, വിവാഹം വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഇതാണ് സ്ത്രീയുടെ കരുത്ത്, അല്ലെങ്കിൽ വിപരീത ധൈര്യം എന്ന് ഞാൻ പറയുന്നത്. അത് അധികാരം കൊണ്ട് മറച്ചു വെക്കപ്പെടാനുള്ളതല്ല. സ്വതന്ത്രമായിട്ട് അവൾക്കും കൂടി ജീവിക്കാൻ ഇടമുള്ള ഒന്നാണ് ഭൂമി എന്നുള്ളതാണ് സ്ത്രൈണാത്മീയത കൊണ്ട്. അതൊരു വലിയ വിഷയമാണ് ഞാൻ പറഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് ഇപ്പോഴുള്ള നമ്മൾ പറയുന്ന സ്ത്രീയുടെ പീഡനം അല്ലെങ്കിൽ സ്ത്രീ ഇര എന്നൊക്കെ പറയുന്ന വാക്കുകൾ കൊണ്ട് സ്ത്രീക്കോ സമൂഹത്തിനോ ഒരു ഉപകാരവും ഇല്ല. അതേസമയം എന്നോടൊപ്പം ഉള്ള പ്രണയത്തിലായിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ ഇരയാണെന്നോ ഒരാൾ വേട്ടക്കാരനാണെന്നോ പറയാറുണ്ടോ? ആ ഒരു അവസ്ഥയെ പ്രണയത്തെ പുനഃസ്ഥാപിക്കലാണ് ആത്മീയത. അതൊരു പക്ഷെ എല്ലാവർക്കും സാധ്യമാവുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അത് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ന് ഞാൻ പറയും. കവിത എല്ലാവർക്കും ഉള്ളതല്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് ആത്മീയതയും പ്രണയവും എല്ലാം തന്നെ. അതിന് പരിശീലിക്കാം, നമുക്ക് ചെറുപ്പം തൊട്ടേ പരിശീലിക്കാം. ഇതാണ് ശരിയായ വഴിയെന്ന്. അപ്പൊ നമ്മളുടെ പരിശീലനം, നമ്മൾ വളർന്ന സാഹചര്യങ്ങളൊക്കെ ഒരാളെ സ്വാധീനിക്കുന്നുണ്ടാവാം. ഇനി ഒരേ സാഹചര്യത്തിൽ വളർന്ന 2 പേര് 2 തരത്തിലായി പോകുന്നുണ്ടാവാം. അതെല്ലാം നിലനിൽക്കുമ്പോഴും ഒരാൾക്ക് തീരുമാനിക്കാൻ കഴിയണം, എനിക്ക് പ്രണയത്തിലായിരിക്കാൻ പറ്റും, എനിക്ക് ഇത്ര മതി. ഈ പറയുന്നതാണ് ആത്മീയത എന്ന് ചുരുക്കാണ്. സമയം കഴിഞ്ഞുകൊണ്ട് ഉത്തരം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ അടുത്ത സെഷൻ തുടങ്ങാനുള്ള വിശിഷ്ടാതിഥികൾ എത്തിച്ചേരുകയാണ്. ആത്മീയതയുടെ വളരെ വിശാലമായ, ആത്മനിഷ്ഠമായ, ബഹുസ്വരമായ, അധികാരരഹിതമായ, വിട്ടുവീഴ്ചയിൽ അധിഷ്ഠിതമായ വൈവിധ്യമാർന്ന പ്രതലങ്ങളെ നമ്മുടെ 2 പ്രഭാഷകരും ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു. ഒരു 2-3 സെന്റൻസിൽ അവരുടെ നിഗമനങ്ങളെ സംഗ്രഹിക്കുന്നതിന് വേണ്ടി ഞാൻ 2 പ്രിയപ്പെട്ട പ്രഭാഷകരോട് ആവശ്യപ്പെടുകയാണ്. അതോടുകൂടി ആത്മീയതയെ
മേഖലയെ കുറിച്ചുള്ള അന്വേഷണം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയല്ല, തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഓരോരുത്തരും ജീവിതത്തെ ഓരോ നിമിഷവും ആത്മീയമായി ആത്മനിഷ്ഠമായി അനുഭവിക്കാനും ആസ്വദിക്കാനും ആഹ്ലാദിക്കാനും ശ്രമിക്കുമ്പോഴാണ് ജീവിതം സാർത്ഥമാകുന്നത്. അത്തരം സാർത്ഥകമായ ഒരു ജീവിതത്തെ നിർവഹിക്കുന്നതിനുള്ള ഒരു ചെറിയ കരുതലാകട്ടെ ഈ സംഭാഷണം അല്ലെങ്കിൽ ഈ പ്രഭാഷണങ്ങൾ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ രണ്ട് പ്രഭാഷകരും 2-3 വാചകങ്ങളിൽ അവരുടെ നിലപാടുകൾ സംഗ്രഹിക്കുന്നതോടുകൂടി ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ആദ്യം തന്റെ നിലപാടുകളെ സംഗ്രഹിക്കുന്നതിന് ബഹുമാനപ്പെട്ട KN സാറിനോട് അഭ്യർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ നിലപാട് അക്ബർ ഭാഷ എനിക്ക് 2-3 വാക്യങ്ങളിൽ സംഗ്രഹിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒറ്റ വാക്യത്തിൽ സംഗ്രഹിക്കുകയാണ്. നമ്മുടെ അസ്തിത്വം പ്രധാനമായും 4 പ്രയോഗങ്ങളിൽ അധിഷ്ഠിതമാണ്. സാമ്പത്തിക പ്രയോഗം, രാഷ്ട്രീയ പ്രയോഗം, പ്രത്യയശാസ്ത്ര പ്രയോഗം, സൈദ്ധാന്തിക പ്രയോഗം. ഈ 4 പ്രയോഗങ്ങളെയും അതിൻ്റെ വൈവിധ്യങ്ങളെയും വിശ്വാസങ്ങളെയും സൗന്ദര്യാത്മക പ്രയോഗത്തിലേക്ക് നമുക്ക് ഉത്ഗ്രഥിക്കാൻ കഴിഞ്ഞാൽ ആ ഉത്ഗ്രഥനത്തിൻ്റെ ഉൽപ്പന്നമായി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന നിർവൃതിയുടെ, സ്വസ്ഥതയുടെ, സമാധാനത്തിൻ്റെ, ശാന്തിയുടെ ഒരു വാചകം കൂട്ടിച്ചേർക്കാം, സമരോത്സുകമായ സമാധാനത്തിൻ്റെ. ഇവിടെ അവിധമൊരു ചോദ്യം വരികയില്ലായി. ബുദ്ധന്റെ പ്രതിമയാണ് മറച്ചിട്ടത്, ബുദ്ധനെയല്ല. പ്രതിമയാക്കപ്പെടുന്ന എല്ലാം മറച്ചിടപ്പെടേണ്ടതാണ് എന്നാണ് എലിശ്ശേരി വ്യക്തമാക്കുന്നത്. ഒരു വാചകം പൂർത്തിയായി. നന്ദി സാർ. അടുത്തതായി മാം അവരുടെ നിലപാടുകളെ സംഗ്രഹിക്കും. അതോടുകൂടി നമ്മൾ അവസാനിപ്പിക്കും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആത്മീയത പ്രണയമാണ്, പ്രതീക്ഷയാണ്, ജീവിതത്തോടുള്ള നമ്മുടെ സ്നേഹമാണ്. അത് ആർജിച്ചെടുക്കേണ്ടതും കൂടിയാണ്, തനിയെ ഉണ്ടാവുന്നതല്ല. ഓരോ വ്യക്തിയും തൻ്റെ പരിസരത്ത് നിന്ന്, തൻ്റെ ഉള്ളിൽ നിന്ന് ആർജിച്ചെടുക്കേണ്ടതാണ്. അതിലേക്ക് ഒരു ചെറിയ തരിയുടെ വെളിച്ചം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതം തന്നെയാണ് സുന്ദരമാകുന്നത്. ആ സന്തോഷവും സമാധാനവും അടുത്ത ആളുകളിലേക്കും പകരും, അവർക്കും അതൊരു വെളിച്ചമാകും. നന്ദി. ഞാനൊരു സംവാദത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിന് എല്ലാ സംഘടകർക്കും. എളിമയുള്ള ആത്മീയതയിലേക്ക് നമ്മളെല്ലാവരും ഉണരട്ടെ, വളരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.